സ്വാതന്ത്ര്യാനന്തര ഭാരതം കണ്ട ഏറ്റവും വലിയ ആഭ്യന്തരാക്രമണമായിരുന്നു 2008 നവംബർ 26 മുംബൈയിൽ നടന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധാരണക്കാരും ഉൾപ്പെടെ 300ഓളം പേർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. രാജ്യത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ മുംബൈ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ച നാളുകളായിരുന്നു അത്. അന്ന് താജിലും ട്രിഡന്റിലും നരിമാൻ ഹൗസിലുമൊക്കെ നുഴഞ്ഞുകയറിയ ഭീകരരെ തകർത്ത് രാജ്യത്തെ സംരക്ഷിച്ചത് NSG കമാൻഡോകളായിരുന്നു. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനും ഹവിൽദാർ ഗജേന്ദ്ര സിംഗും ആ ഓപ്പറേഷനിൽ വീരബലിദാനികളായി. ഭീകരരെ നേർക്കുനേർ നേരിട്ട് തനിക്ക് നേരെ വന്ന ഗ്രനേഡ് തലകൊണ്ടിടിച്ചു തെറിപ്പിച്ച കമാൻഡോ PV മനേഷിന് ഗുരുതരമായി പരിക്കേറ്റു. ഓട്ടോമാറ്റിക് ഗ്രാനേഡ് പിടിച്ച് മേലെ കയറി. അത് താഴെ വന്ന് ബ്ലാസ്റ്റ് ആയാലും 360 ഡിഗ്രി ആംഗിളിൽ അതിൻ്റെ ചെറിയ ചെറിയ ചില്ലുകൾ തെറിക്കും. അപ്പോൾ എനിക്ക് തോന്നി താഴെ വന്ന് ബ്ലാസ്റ്റായി ഞാൻ സ്പോട്ടിൽ മരിക്കുന്നപ്പോൾ ഞാൻ തലയിൽ ഇങ്ങനെ ഹെഡ് ചെയ്തു. നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് മനേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. രാജ്യത്തിനു വേണ്ടി പോരാടുമ്പോൾ എതിരെ വരുന്നത് എന്തായാലും അതിനെ നേരിടാനുള്ള കരുത്ത് ഒരു സൈനികനുണ്ടാകും. ഏതു പരിതസ്ഥിതിയിലും പതറാതെ പോരാടും, എന്തിനേയും നേരിടും. രാജ്യത്തിനു വേണ്ടി ഇത്രയും ചെയ്യാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് PV മനേഷ് പറയുന്നു. രാജ്യം എന്നിൽ വിലയേറിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം എന്തെന്നാൽ രാജ്യസുരക്ഷയാണ്. ആ സുരക്ഷ കാക്കുന്നതിനിടയിൽ എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ എൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന ഇച്ഛാശക്തി മനോബലത്തോടു കൂടിയാണ് ഓരോ സൈനികനും അതിർത്തിയിലും പല സ്ഥലങ്ങളും ഡ്യൂട്ടി വെക്കുന്നത്. കടന്നുവന്ന ജീവിതാനുഭവങ്ങളിലൂടെ പോരാട്ടങ്ങളുടെ വീരസ്മൃതികൾ ഉണർത്തി കമാൻഡോ PV മനേഷ്. ബ്രേവ് സല്യൂട്ട്. ഒരു താല്പര്യമില്ലാതെയാണ് ഫോഴ്സിൽ ചേർന്നത്. പ്രത്യേകിച്ച് ഞാൻ പഠിക്കുന്ന കാലത്ത് NCC ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മളെല്ലാവരും ഒരു കൂട്ടുകുടുംബത്തിലാണ്, വ്യവസ്ഥതയിലാണ് ജീവിച്ചത്. കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർ, ബാക്ക്വേർഡ് മീൻസ് കുറേ സാമ്പത്തികമായി കഴിവില്ലാത്തത്, അന്ന് ചുരുക്കം ചില തൊഴിലുകളെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും അച്ഛൻ്റെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഒക്കെ ഞാൻ NCC ചേർന്നത് പൊറാട്ടയും ഇറച്ചിയും തിന്നാനാണ്. ആഴ്ചക്ക് ഒരു പ്രാവശ്യം ഇറച്ചി കിട്ടും. അപ്പോൾ അങ്ങനെ അന്ന് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട NCCയുടെ ഓഫീസർ ANO ആയിട്ടുള്ള മുസ്തഫ മാഷ്. അപ്പോൾ അന്ന് ഇത് വാളണ്ടറി ആയിട്ട് ഞാനാണ് പോവുക. അന്ന് പോയവർക്ക് 2 പൊറോട്ട ജാസ്തി കിട്ടും. അന്ന് മുതലേ ഭക്ഷണപ്രിയനായിരുന്നു. പക്ഷെ അന്നും അത്ര വെയിറ്റൊന്നുമില്ല. ആൾക്കാർ വിചാരിക്കും ഭക്ഷണപ്രിയനായതുകൊണ്ട് അത്രയും വെയിറ്റ് അതുകൊണ്ടായിരിക്കുന്നില്ല. പക്ഷേ അന്നും കുറേ വെയിറ്റ് നോർമലായിരുന്നു. 65 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്പോർട്സിൽ ചേരുമ്പോൾ 65 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു പൊളിറ്റീഷ്യൻ ആവാനായിരുന്നു ഇഷ്ടം. പല നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പൂർണ്ണമായിട്ടൊരു വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങളിലൂടെ വന്നു. അതൊന്നും അല്ലാത്ത അവസ്ഥയിൽ ഞാൻ പണ്ട് പ്രീ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു. പഠനം കഴിഞ്ഞപ്പോൾ അതിനുശേഷം പിന്നെ വീട്ടിൽ ഉള്ളവർ നിർബന്ധിച്ചു ഡിഗ്രി പോകരുത്, അപ്പം ഡിഗ്രിക്ക് പോകണ്ട, നീ ഒരു കാര്യം ചെയ്യ്, AC റെഫ്രിജറേഷൻ മെക്കാനിക്കൽ ഇത് പഠിക്കാൻ മതി. അപ്പോൾ അങ്ങനെ ആ AC റെഫ്രിജറേഷൻ പഠിക്കണോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോകണോ എന്നറിയില്ല, എന്തോ ഒരവസ്ഥയിലായിരുന്നു. അന്ന് എൻ്റെ പ്രിയപ്പെട്ട ഒരു കോളേജ് ഓഫ് കൊമേഴ്സിൽ അനിൽ മാഷ് എന്നോട് പറഞ്ഞു, മനീഷേ ഇവിടെ വിട്ടു വരരുത്, നീ പോകരുത്, നീ തീരെ തന്നെ പഠിക്കണം. പക്ഷേ അന്നൊക്കെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആ കോളേജിൽ, പ്രൈവറ്റ് സെക്ടറിലുള്ളൊരു കോളേജിൽ കുറേ കുട്ടികളെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊന്നും സത്യം പറഞ്ഞാൽ ഇന്നും ഞാൻ ആ അനിൽ മാഷെ ഞാൻ സ്നേഹിക്കുകയാണ്, നമസ്കാരം ചെയ്യുന്നു. കാരണം അതൊന്നും മാഷ എന്നോട് പൈസ പോലും വാങ്ങിയിട്ടില്ല, എനിക്ക് ഇങ്ങോട്ടൊക്കെ പൈസ തരുകയാണ്. പക്ഷേ ഞാൻ അതിനല്ലാതെ വീട്ടുകാരെന്ന് പറഞ്ഞത് AC റെഫ്രിജറേഷൻ പഠിക്കാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മൾ ഒരു 5-6 കുട്ടികൾ. അപ്പോൾ എനിക്ക് എല്ലാ പ്രാവശ്യവും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആദ്യത്തെ ഷോ, ഈ മോഹൻലാൽ, മമ്മൂട്ടി ഇതേപോലുള്ള അന്നത്തെ സൂപ്പർ സ്റ്റാറുകളുടെ ആദ്യത്തെ ഷോ സിനിമ കാണും. അപ്പോൾ ആദ്യത്തെ ഷോ ഫിലിം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിൽ കോളേജിൽ നിന്നാണ് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അന്ന് കോളേജിൽ നിന്ന് പറഞ്ഞ് വരുമ്പോൾ അന്നൊക്കെ ഒരു ഏറ്റവും കുറഞ്ഞ് പുസ്തകം എടുക്കുന്ന ആൾക്കാരാണ് ഹീറോ. അപ്പോൾ നമ്മൾ 1-2 പുസ്തകം എടുത്ത് അത് പോക്കറ്റിൽ വെച്ചിട്ട്
ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമ ഞങ്ങളവിടെ എത്തി 8 മണിക്ക്, സിനിമ തുടങ്ങുന്നത് 11 മണിക്ക്. ഈ 2 മണിക്കൂർ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ശ്രീനാരായണ പാർക്കിൽ വന്നു. ഒരു കവിതാ തിയേറ്ററിലാണ് ഫിലിം, മോഹൻലാലിൻ്റെ ഫിലിമാണ്. ആദ്യത്തെ ഷോ കാണണം, അത് ഏറ്റവും വലിയ നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ആ ഫിലിം കാണാൻ വേണ്ടി അവിടെ ഒന്ന് ആ പാർക്കിൽ വന്ന് ഇരുന്നു, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. ഇരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു വിശക്കുന്നു, എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. വിശക്കുമ്പോൾ അന്ന് പോക്കറ്റ് മണിയൊന്നും ആയിരിക്കും ഇല്ല. അന്ന് 2 രൂപ, 1 രൂപ, അല്ലെങ്കിൽ ഏറി വന്ന 5 രൂപ, അതിൻ്റെ അപ്പുറമൊന്നും പൈസ കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 6 പേര് ഉണ്ടായിരുന്നു. 6 പേരടങ്ങുമ്പോൾ അവരെല്ലാവരും കൂടി എല്ലാവരും പൈസ സ്വരൂപിച്ച് അങ്ങനെ അവിലും മിക്സ്ചറും വാങ്ങിയിട്ട്, നമ്മൾ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞ അവിലും ഓമപ്പൊടി എന്ന് പറയാം ഞങ്ങൾ, അത് വാങ്ങിയിട്ട് മിക്സ് ചെയ്ത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഒരു സന്തോഷം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ മടിയിൽ ഒരു പേപ്പറുണ്ടാകും, അതൊക്കെ വെച്ച് മിക്സ് ചെയ്ത് കഴിച്ചു. എൻ്റെ കൈയൊക്കെ വലുതായിരുന്നു, എനിക്ക് കുറേ അങ്ങനെ കഴിച്ചു. അവസാനം ഈ സന്തോഷത്തിന് ഒന്നും കിട്ടിയില്ല, കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ കിട്ടി. നമുക്ക് അന്ന് വിശപ്പടക്കാനാകാത്ത അവസ്ഥയിൽ അവൻ ഗൗരവത്തോടുകൂടി എല്ലാവരും നോക്കിയെന്നിങ്ങനെ പേപ്പർ ഇങ്ങനെ വീശിക്കൊണ്ട് ഇങ്ങനെ ഗൗരവമായി നോക്കി അവൻ ആ പേപ്പറിൽ ഓരോ വാക്കുകൾ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്, പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അവസാനം അവൻ പഠിച്ചിരുന്നു ഇന്ത്യൻ സൈന്യത്തിലേക്ക് ആളെ എടുക്കുന്നുണ്ട്, ചേരാൻ ആഗ്രഹിക്കുന്നവർ ബാംഗ്ലൂർ ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ഓഫീസിൽ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യണം. അങ്ങനെ ആ ബാംഗ്ലൂർ ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ഓഫീസിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഈ കണ്ണൂർ സൈഡിലുള്ളവരും ഫോർവേഡ് ചെയ്തത്. 7 ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് കാലിക്കറ്റാണ് അന്ന് AR ആയിരുന്നു, അന്ന് BR ആയിരുന്നു, ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ഓഫീസാണ് കാലിക്കറ്റ്. ഇപ്പോഴത് AR ആയി. അപ്പോൾ അവിടത്തേക്ക് ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടും, അതിൻ്റെ ഡേറ്റ് അവിടത്തേക്ക് ഫിസിക്കൽ ടെസ്റ്റിൽ അവിടെയാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു നമ്മളിത് കൊടുക്കുന്നുണ്ട്. ഇവന് ഭയങ്കര നിർബന്ധം, ഇവന് ഒന്നും കഴിക്കാനും കിട്ടിയില്ല, പിന്നെ ഇതെങ്കിലും ചെയ്താലും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല. അപ്പോൾ എന്നോട് കുറേ വിദ്യാർത്ഥി ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് അങ്ങനെ പോയപ്പോൾ അവിടെ നീയല്ലേ കോഴിക്കോട് കണ്ടിട്ടുള്ളൂ. ഞാൻ കുറേ ഹീറോയിസം പറയാറുണ്ട്. ഇങ്ങനെ അന്ന് കോഴിക്കോട് കാണുക എന്നത് സത്യം പറഞ്ഞ ഒരു സംഭവം തന്നെയാണ്. കാരണം നമ്മളെ നാട്ടുപുറങ്ങളിലുള്ള ആൾക്കാരൊന്നും പൊതുവേ ഇന്നത്തെ പോലത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ജീവിതമായിരുന്നു. അന്ന് കൂട്ടുകുടുംബത്തിലാണ്, നമുക്ക് നാട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു നമ്മളൊക്കെ. അങ്ങനെ ഡീപ്പിലി നമ്മൾ ചിന്തിക്കാറൊന്നുമില്ല അധികം ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കോഴിക്കോട് കണ്ടിരുന്നു. അപ്പോൾ ഇവരുടെ ഈ സ്റ്റോറിയിൽ വെസ്റ്റ് ഹിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ വെസ്റ്റ് ഹിൽ എന്ന് പറയുന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അവിടെ നിന്നാണ് ഓടി വന്നിട്ട് ബസ് കയറുക. അപ്പോൾ അങ്ങനെ അവിടെ പറഞ്ഞപ്പോൾ നീയല്ലേ വെസ്റ്റ് ഹിൽ കണ്ടിട്ടുള്ളൂ, നീ നമ്മുടെ കൂടെ വരണം. ഞാൻ പറഞ്ഞു ഞാൻ ഈ പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ വെസ്റ്റ് ഹിൽ വേണ്ടിയൊക്കെ നിങ്ങളെപ്പുറം വരാം എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ചു. അങ്ങനെ വരണമെങ്കിൽ നിൻ്റെ അപ്ലിക്കേഷൻ കൂടി ഫോർവേഡ് ചെയ്യണം. അങ്ങനെ എൻ്റെ അപ്ലിക്കേഷനും കൂടി ഫോർവേഡ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഒരു 1995 അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് നവംബർ, ആ സമയത്ത് നവംബറിൽ ഞങ്ങൾ ഇതേപോലെ എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുത്തു. അതിനടുത്ത് നമുക്ക് കോൾ ലെറ്റർ വന്നു. 5 മണിക്ക്, പുലർച്ചെ 5 മണിക്ക് ഞങ്ങൾ അവിടെ എത്തി. പിറ്റേ തലേന്നേ പോയി വീടിയുടെ വരാന്തയിൽ കിടന്നുറങ്ങി. അന്നൊന്നും ഈ മിനറൽ വാട്ടർ സംവിധാനമൊന്നുമില്ല. പിന്നെ എനിക്കപ്പോഴും ഒരു ഹീറോയിസം ഉള്ളതുകൊണ്ട് ഞാനൊന്നും വെള്ളം എടുക്കാറില്ല. വീട്ടിൽ നിന്നൊന്നും വെള്ളം കൊടുത്ത് കൊണ്ടല്ല. അന്ന് ഈ മിനറൽ വാട്ടർ ചില ആൾക്കാർ കുപ്പിയിലൊക്കെ വെള്ളം എടുത്തിട്ട് കൊണ്ടുവരുമായിരുന്നു. അന്ന് ആക്ച്വലി ഒരു ഫ്ലാസ്ക് മറ്റുള്ള സംവിധാനം ഒന്നുമില്ല, ഇന്നത്തെ പോലുള്ള സംവിധാനം. നമ്മളൊക്കെ ഒരു സീസ ബോട്ടിലാണ് നമ്മളൊക്കെ വെള്ളം എടുത്ത് കൊണ്ടുവരുന്നത്, വീടുകളിൽ നിന്ന് വെള്ളം എടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളം എടുത്ത് വന്ന കുട്ടികൾ, എൻ്റെ കൂടി ഇരിക്കുന്ന 6 പേരിൽ 2 പേര് വെള്ളം എടുത്തിട്ടുണ്ടായി. പിന്നെ നമ്മൾ ഹീറോ ആണല്ലോ, നമ്മളൊന്നും വെള്ളം എടുത്തില്ല. അങ്ങനെ എല്ലാം റെഡിയായി കഴിഞ്ഞ് രാവിലെ ഒരു 5 മണിയാകുമ്പോൾ അതിൻ്റെ ബാരക്സിൻ്റെ മുന്നിൽ പോയിരുന്നു. എല്ലാവരെയും ഇവർ ആപ്ലിക്കേഷൻ നോക്കി ഓരോരാളെ കയറ്റുക. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഞാനിവിടെ പുറത്ത് നിൽക്കാം, നിങ്ങളെ ബാഗെല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഒന്നില്ല, നീ ഉള്ളിലേക്ക് വന്നു തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ഉള്ളിലേക്ക് പിടിച്ചു വലിച്ചു. അവൻ്റെ റിലേറ്റീവ് ഒരു ബോംബെയിലായിരുന്നു. അവൻ്റെ 2-3 ഹിന്ദിയൊക്കെ അറിയാം പറയാൻ വേണ്ടി. നമുക്ക് ടോട്ടലി ഹിന്ദിയൊന്നും അറിയാത്ത ഒരു വ്യക്തി. അപ്പോൾ അങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ അവൻ എന്നെ പിടിച്ചു വലിച്ചു. വരുന്നില്ല എന്ന് പറയുമ്പോൾ പിടിച്ചു വലിച്ചപ്പോൾ
ഞാൻ പറയില്ല, ഞാൻ നിന്നോട് വരുന്നില്ല. അങ്ങനെ പിടിവലിയായപ്പോൾ അതിലൊരു പട്ടാളക്കാരൻ അദ്ദേഹം പറഞ്ഞത് ഒന്നിക്കകത്ത് പോകുക അല്ലെങ്കിൽ പുറത്ത് പോകുമെന്നാണ് പറഞ്ഞത്. ഹിന്ദിയിലാണ് പറഞ്ഞത്. പക്ഷെ ഇവനോട് എങ്ങനെ ഞാനിങ്ങനെ നോക്കി, എനിക്ക് ഹിന്ദി അറിയില്ല, അന്ന് ഹിന്ദി അറിയില്ല. അപ്പോൾ അതിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ സന്തോഷം പറഞ്ഞു, നിന്നെ ഇദ്ദേഹം ഉള്ളിൽ വന്നില്ല, നിന്നെ വെടിവെക്കുവാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി. അദ്ദേഹം പിന്നെ എന്നെ ഇങ്ങനെ ഒരു ഗൗരവത്തോടു കൂടി ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇത് ശരിയായിരിക്കും എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവർ നമ്മളെന്തെങ്കിലും ചെയ്യണ്ടേ, എല്ലാ ഡോക്യുമെൻറ്റേഷനെല്ലാം പരിശോധിച്ചതിന് ശേഷം ഉച്ചക്ക് 1 മണിക്കാണ് ഇവർ നമ്മളെ ഓടിക്കുന്നത്. ഉച്ചക്ക് മണിക്ക് ഓടിക്കുന്നത്. അന്ന് നമ്മൾ എല്ലാവരും, അന്നത്തെ ഭർത്തിയായിരിക്കുന്ന എല്ലാവരും ഇന്നർ വെയറിലായിരുന്നു ഓടിയിരുന്നത്. കാരണം അന്ന് ഷോർട്സും മറ്റുള്ള കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അന്ന് ടോട്ടൽ എല്ലാവരെയും ഒരു 820 പേരെ ഒപ്പരം നിർത്തിയിട്ട് ഓടിക്കുകയാണ് ചെയ്യുക. അങ്ങനെ എല്ലാവരും ഒപ്പരം നിർത്തി അങ്ങനെ ഓടിക്കുമ്പോൾ നമ്മളെല്ലാം ഓടുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ വിമൻസ് പോളിടെക്നിക്ക് വിട്ടിട്ട് കുറേ പെൺകുട്ടികൾ ബസ്സിന് കാത്തു നിൽക്കുന്നുണ്ട് വെസ്റ്റിൽ. അപ്പോൾ അതിന് നാണം മറക്കാൻ ഓടിയതാണ്. കാരണം ഇവർ കാണുമ്പോൾ ഇവർ ഞങ്ങളെ കണ്ടിട്ടുണ്ട്, അവർ നാണം വന്നിട്ട് അവർ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇതേപോലെ നാണം മറക്കാൻ ഓടി ഇങ്ങനെ ബാക്കിയിട്ട് തിരിഞ്ഞു നോക്കി. ഇനി അവസാനം ഓടിയിട്ട് എല്ലാ ടെസ്റ്റ് റിസൾട്ടും വന്നപ്പോൾ ആരാണോ പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിച്ചത് അവരാർക്കും കിട്ടിയില്ല, എനിക്ക് മാത്രം കിട്ടി. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിൽ എനിക്ക് മാത്രം കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ പട്ടാളത്തിൽ എങ്ങനെയുണ്ടടാ, എങ്ങനെയുണ്ട്? അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, എനിക്കല്ലേ കിട്ടിയില്ലോ, നീ കൈകാര്യം ചെയ്താൽ മതി, നമുക്കൊന്നും കിട്ടിയില്ലല്ലോ, നീ പട്ടാളത്തിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം അങ്ങനെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞു. എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് പട്ടാളത്തിൽ ഒരു ജോയിൻ ലെറ്റർ വന്നു. ജോയിൻ ലെറ്റർ ഞാൻ സീരിയസ് ആയപ്പോൾ എനിക്ക് തോന്നി ഈ പട്ടാളം, എനിക്കൊരു ഭയം, എന്നൊരു ഭയം എന്ന് പട്ടാളമാണോ വേണ്ടതെന്ന്. വീട്ടിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ പട്ടാളത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട്. വീട്ടിലെല്ലാവരും നിർബന്ധമായി പട്ടാളത്തിൽ പോകണ്ട. പക്ഷേ എൻ്റെ ചെറിയച്ഛൻ വളരെ നിർബന്ധമുണ്ടായി, പട്ടാളത്തിലാണ് ഏറ്റവും നല്ലത്. എൻ്റെ ചെറിയച്ഛൻ നിർബന്ധിച്ച്, കാരണം അദ്ദേഹം ഇപ്പം മറക്കാൻ വേണ്ടി വരും, എൻ്റെ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമായിരുന്നു തന്നിരുന്നത്, ചെറിയച്ഛൻ. അപ്പോൾ അങ്ങനെ പിന്നെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞില്ല, പട്ടാളത്തിൽ കുറേ വെടിയൊക്കെ കൊള്ളും, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഞാൻ ഇളയ പുത്രനായി. അപ്പോൾ അങ്ങനെ അവസാനം എൻ്റെ ഒരു റോൾ മോഡലായി കാണുന്നൊരു അന്നൊരു MT ഹരീന്ദ്രൻ അദ്ദേഹം ഉണ്ടായി. അദ്ദേഹം എനിക്ക് തോന്നുന്നത് 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശൈലിയും സംസാരമൊക്കെ നല്ല പക്വതയുള്ള സംസാരം, നല്ല ശൈലി, എല്ലാവരും ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു കഴിവ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അരിയാട്ട പട്ടാളത്തിൽ പോകുന്നതാണോ നല്ലത്, ഗൾഫിൽ പോകുന്നതാണോ നല്ലത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്ന വാക്ക് എഴുതി വെക്കേണ്ട വാക്കാണ്. 100 ദിവസം പൂച്ച പോലെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് 10 ദിവസം പുലി പോലെ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് നീ പട്ടാളത്തിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. പട്ടാളത്തിൽ പോയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും അറിയും, അതിനുള്ള റെസ്പെക്റ്റ് നിനക്ക് കിട്ടും. ഇത് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ കാണുമ്പോൾ, പ്രവാസ ജീവിതം എന്നത് ഒരു തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാനൊരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞ ഒരു വാക്കാണ് പറയുന്നത്. ചിലപ്പോൾ എന്നെപ്പോലുള്ള ഒരു സൈനികനും എല്ലാവരും, പ്രവാസികളെ കേരളത്തിൽ നിന്ന് പോയ എല്ലാ പ്രവാസികളും ഒന്നടങ്കം മനസ്സ് തൊട്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെയും സൈനികരെയും സ്നേഹിക്കുന്നവരാണ് അവർ. കാരണം അവരില്ലെങ്കിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഇത്ര നല്ല രീതിയിൽ ഉയരാൻ സാധിക്കില്ല. സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ അവർ പ്രവാസികളാണ്. അവരെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ല, കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്നെ പോലുള്ള ഓരോ സൈനികരെ സ്നേഹിച്ചത് നിങ്ങൾ മാത്രമാണ്, മനസ്സ് തൊട്ടറിഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇങ്ങനെ പട്ടാളത്തിൽ പോയാൽ നല്ലത് എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു പട്ടാളത്തിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പട്ടാളത്തിൽ പോയി അവിടെ ഇരുന്നപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു, ഇന്ന സ്ഥലത്താണ് പോകേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾ വെല്ലിംഗ്ടണിലാണ് പോകേണ്ടത്. ഞാൻ വിചാരിച്ചു വെല്ലിംഗ്ടൺ, നമ്മളന്ന് ന്യൂസിലാൻഡിൻ്റെ ക്യാപിറ്റലാണ് വെല്ലിംഗ്ടൺ. ഞാൻ വിചാരിച്ചു ന്യൂസിലാൻഡിലാണോ പോകേണ്ടത്.
അപ്പോൾ ന്യൂസിലാൻഡിലല്ല പോകേണ്ടത്, ഇവിടെ ഊട്ടിക്കടുത്ത് അരുവങ്കാട് ഒരു വെല്ലിംഗ്ടൺ ഉണ്ട്, ആ വെല്ലിംഗ്ടണാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഊട്ടിയല്ലേ, ഊട്ടി എന്ന് പറയുന്ന ആ ഒരു സിനിമയൊക്കെ കേൾക്കും, ഇതേപോലെ സിനിമയൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ ഊട്ടിയിൽ പോകുന്നത് കോയമ്പത്തൂർ ബസ് ഇറങ്ങിയിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്നത് മീറ്റർ ഗേജുള്ള ഊട്ടിയിലുള്ള ട്രെയിൻ മേട്ടുപ്പാളയത്തു നിന്ന് ആ ട്രെയിനിൽ പോകുന്നു. നല്ല സന്തോഷപൂർവ്വം ആസ്വദിച്ചുകൊണ്ട് പോയി. അവിടെ എത്തി മദ്രാസ് റെജിമെൻ്റൽ ബറ്റാലിയൻ്റെ ബാരക്സിൽ അവിടെ എത്തിയപ്പോൾ ആദ്യം വാടാ ഇங்கே വാ, തമിഴിൽ ഇங்கே വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉള്ളിൽ കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ആദ്യം ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി എല്ലാവരും മുടി മുറിച്ച് നമ്മളങ്ങനെ അവിടെ നിന്നപ്പോൾ ഒരാൾ വന്നിട്ട് ഉക്കാറ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് വന്ന്, ആരാടാ നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹിന്ദിയിലാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞ അടി, എല്ലാവർക്കും അടി. ഞാൻ പറഞ്ഞു നമ്മളെ പറഞ്ഞു സാറേ. അപ്പോൾ എനിക്കൊന്നും പൂർണ്ണ ഹിന്ദി അറിയാത്തതുകൊണ്ട് ഈ തമിഴൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളൊന്നും മിണ്ടാറില്ല. അപ്പോൾ ഇതറിയുന്ന ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ സാറ് നമ്മളോട് ഇങ്ങനെ ഇരിക്കാം, അങ്ങാണ്ടിക്കട എന്നാലും പറഞ്ഞാൽ അങ്ങനെ അടി. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ട് നിങ്ങളോടല്ലടാ ഇരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം അടി, പിന്നെ അടി, നിന്നാലടി. ഇത് എന്ത് ഭ്രാന്തമായ അവസ്ഥയിലാണ് വന്നതെന്ന് തോന്നി. അപ്പോൾ വന്നതെന്ന് തോന്നിയപ്പോൾ പിന്നെ ഓടി വന്നാലോ എന്നുള്ളൊരു ഡൗട്ട്. ഓടി വരുമ്പോഴാണ് കുറേ പട്ടാളക്കാർ ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ഡ്യൂട്ടി നോക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ അന്ന് ഓർമ്മ വന്ന് അവർ വെടിവെച്ചാലോ എന്നുള്ളൊരു ഭയം കൊണ്ട് തിരിച്ചോടി വന്നില്ല. അവരങ്ങനെ പട്ടാളത്തിലേക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ മദ്രാസ് റെജിമെൻ്റൽ ബറ്റാലിയനിലാണ് ജോയിൻ ചെയ്തത്. NSCന്ന് ഒരു സ്വപ്നം ഉണ്ടായില്ലായിരുന്നു. ഞാൻ എൻ്റെ സൈന്യത്തിൽ ചേർന്നപ്പോൾ ആക്ച്വലി ഞാനൊരു സൈനികനാവുന്നത് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥമായിട്ടൊരു സോൾജർ ആവുന്നത്. അങ്ങനെ മറ്റൊരു ട്രെയിനിങ്ങിൻ്റെ പരമായിട്ട് പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, എൻ്റെ ഭക്ഷണം അത് നമ്മൾ വിശക്കുമ്പോൾ ഏത് കഴിച്ചു കഴിഞ്ഞാലോ വിശപ്പടക്കാനുള്ളതാണ് ഭക്ഷണം എന്ന് പഠിച്ചു. അതെന്നെ സൈന്യമാണ് പഠിപ്പിച്ചത്. ആദ്യം പഠിപ്പിച്ചത് വിശപ്പിൻ്റെ വില എന്താണെന്ന് പഠിപ്പിച്ചു. കാരണം നമ്മൾ അന്നൊക്കെ എനിക്ക് കിട്ടിയിരുന്ന ഉഴുന്ന് കറിയൊക്കെ വെച്ച് കഴിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ഉഴുന്ന് കറി നമ്മളാരും കറി വെച്ച് കഴിച്ചിട്ടില്ല. ഞാൻ ഇളയ പുത്രനാകുമ്പോൾ എൻ്റെ അമ്മ കുഴക്കട്ടി ഉണ്ടാക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയും, ഇപ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ കുഴക്കട്ടിയാണോ എന്ന് പറയുമ്പോൾ അമ്മ പറയും ഇല്ല, അപ്പോൾ നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്നെ അമ്മിയിൽ അരച്ചിട്ട് ദോശ ചുട്ടു തരുമായിരുന്നു. ആ ദോശ പോലും സ്വാദില്ലാതാണെന്ന് പറഞ്ഞ് അകറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത്. പക്ഷേ അന്ന് എപ്പോഴും ആ കറി വെച്ച് ആ ചപ്പാത്തി പോലുള്ള ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഒന്നും ശീലമില്ലാത്ത കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്താണ് എല്ലാവരും നോർത്ത് ഇന്ത്യൻ ഫുഡും മറ്റുള്ള എല്ലാ കാര്യം കഴിക്കുക. അന്നൊക്കെ തികച്ചും ബാക്ക്വേർഡായിട്ട് നമ്മൾ അങ്ങനെയൊന്നും കഴിക്കാറില്ല. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയെ ഓർത്ത് ഞാൻ ഇങ്ങനെ ഭക്ഷണം വെക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണു നിന്ന് ഒരു തുള്ളി കണ്ണുനീരും. അപ്പോഴാണ് എൻ്റെ വിശപ്പിൻ്റെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആദ്യം എന്നെ പഠിപ്പിച്ചത് വിശപ്പിൻ്റെ വില എന്താണ്. പിന്നെ ഒരു സോൾജറിന് ഏറ്റവും വേണ്ടുന്ന ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സഹനശക്തിയാണ്. സഹനശക്തി ഇല്ലാത്ത ഒരാൾക്കാർക്ക് ജീവിതത്തിൽ എവിടെയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ആ സഹനശക്തി എന്താണെന്ന് ഈ ഭക്ഷണത്തിലൂടെയും നമ്മുടെ പലതരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും അതേപോലെ പലതരം ട്രെയിനിങ്ങിലൂടെയും പലതരം ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നിർത്തിക്കൊണ്ട് 2-3 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഉറങ്ങാൻ വിടാതെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ എല്ലാ കാര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പോൾ ഈ സഹനശക്തി എന്താണെന്ന് ഞാൻ അവിടെ പഠിച്ചു. കാരണം നമ്മൾ വിശപ്പടക്കാനുള്ളതാണ് ഭക്ഷണം, ദാഹിക്കുമ്പോൾ ഉള്ളതാണ് ജലം എന്ന് മനസ്സിലായി. കാരണം ചില സന്ദർഭങ്ങളിൽ നമ്മൾ എത്രയോ ജലങ്ങൾ പാഴാക്കി കളയാറുണ്ട്. പക്ഷേ അതിൻ്റെ വാല്യൂ എന്താണെന്ന്, ഒരു ഡ്രോപ്പിൻ്റെ പോലും വാല്യൂ എന്താണെന്ന് ഈ സൈന്യത്തിലുണ്ടാകുമ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം അതേപോലെ മറ്റുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്തു തന്നെയായാലും ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ പ്രാപ്തനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ ഈ ഓരോ ട്രെയിനിങ്ങിലൂടെയും നമ്മൾ പഠിച്ചു.
അപ്പോൾ അങ്ങനെ ഒരു സോൾജർ എന്ന രീതിയിൽ അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് 27 മദ്രാസ് റെജിമെൻറ്റ് 27 മദ്രാസ് ബറ്റാലിയനിൽ പോസ്റ്റിംഗ് ആയപ്പോൾ അവിടെ നിന്ന് പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും കണ്ട് പല ഓപ്പറേഷനിലും പങ്കെടുത്തപ്പോൾ എല്ലാ കാര്യങ്ങളും എന്നെ പഠിച്ചു. കാരണം ജീവിതം എന്താണെന്നും എൻ്റെ ജോലി എന്താണെന്നും ഞാൻ എന്തിനാണ് സൈന്യത്തിലേക്ക് വന്നിരിക്കുന്നത്, എന്നെ സൈന്യത്തിൽ ചേർത്തപ്പോൾ ഈ രാഷ്ട്രം എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഉൾക്കൊള്ളുന്നത്, ഞാൻ എന്താണ് എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ബോധം ഉണ്ടായപ്പോഴാണ് യഥാർത്ഥമായിട്ട് ഒരു സോൾജറായത്. അത്രയും വരെ നമ്മളാരും സോൾജറാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ യഥാർത്ഥമായിട്ട് നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ഒരു പക്വത, എല്ലാത്തിലും ഒരു പക്വത ഉണ്ടാവണം. ആ പക്വത വരുമ്പോൾ എനിക്ക് കംസേ കം ഒരു 4-5 വർഷം സർവീസ് ഓൾറെഡി നമ്മുടെ യൂണിറ്റുമായിട്ടും നമ്മുടെ കൂടെയുള്ള സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. ഇപ്പം നമ്മുടെ NCCയുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. അതേപോലെ തന്നെയാണ് നമ്മൾ സൈന്യം. ഇതിൽ ഒരു വൺ മാൻ ഷോ അല്ല, നമ്മളൊരു ടീം വർക്കാണിത്. സൈന്യത്തിലുള്ള ഒരു ടീം വർക്കാണ്. അപ്പോൾ ആ ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്നുള്ള വിഷയങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ഒരു സോൾജറാവും. ഒരു സോൾജറായാൽ മാത്രമേ ഒരാൾക്കാർക്ക് ഒരു കമാൻഡോ ആവാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഒരു സോൾജറായി. ആ സോൾജറായതിനു ശേഷം ഞാൻ ആദ്യം സഹനശക്തിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ എനിക്ക് കമാൻഡോ പോകണം എന്ന രീതിയിൽ എന്നെ ഡീറ്റെയിൽ ചെയ്തു. ഇങ്ങനെ കമാൻഡോ ഫോഴ്സിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ട്രെയിനിങ്ങൊക്കെ ചെയ്തു. ആ ട്രെയിനിങ്ങൊക്കെ പാസ്സായി. എന്നാൽ ഫിസിക്കലി മെൻ്റലി അതേപോലെ ഞാൻ പ്രിപ്പയർ ആയിരുന്നു ഏതൊരു കാര്യത്തിലായിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു കപ്പാസിറ്റിയും ആ കഴിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത് കഴിഞ്ഞു NSCയിലേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് നിയുക്തമായി. 2005 അങ്ങനെ NSCയിലേക്ക് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോയി. NSCയിലെ ട്രെയിനിങ് എനിക്ക് തോന്നുന്നത് ഇതൊരു നമ്മളൊക്കെ പറയുന്ന ഒരു essay ആണെങ്കിൽ മറ്റേതൊരു പ്രബന്ധമാണ്. ഇതൊരു essay എഴുതുന്ന ഇതൊരു പ്രബന്ധമാണ്. കാരണം അപ്പം നമ്മൾ പറയുന്നില്ലേ, നമ്മൾ എന്താ പറയുക, ഇത് നമ്മുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ട്രെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ ജമ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ എല്ലാവരും ജമ്പ് ചെയ്യും. നമ്മളിപ്പോൾ എല്ലാവരോടും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൂടെ ഒരു 10 കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിയുന്ന കാര്യം തന്നെയാണ് എല്ലാം. ഇത് വലിയ ഒരു അമാനുഷിക കഴിവൊന്നുമില്ല. പക്ഷേ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ ലൈഫിൽ നേരിടാൻ പോകുന്ന ലൈവായിട്ടുള്ള ഒരു ഫയറിങ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട്, ഒരു എൻകൗണ്ടർ സിസ്റ്റം അവിടെ വരുമ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവിടെയാണ് ഏറ്റവും പ്രധാനം. ആ പ്രാധാന്യം എന്നത് സ്വന്തം ജീവൻ നഷ്ടപ്പെടാം. ആ നഷ്ടപ്പെടുമ്പോൾ നമ്മൾക്ക് കിട്ടിയ ഈ സ്കില്ലൊക്കെ പ്രയോഗിച്ചുകൊണ്ട് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അതിനെ എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ ദൗത്യം എന്താണ്, എൻ്റെ ജീവൻ കൊടുത്തിട്ടായാൽ എൻ്റെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലേ, ആ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റണ്ടേ എന്ന ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ പറ്റുന്നത് ഒരു സോൾജേഴ്സിന് മാത്രമേ ഉള്ളൂ. അതെനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും. കാരണം ഇന്ന് ലോകത്തിൽ മറ്റുള്ള തരത്തിൽ എല്ലാ തരത്തിലും വ്യത്യസ്തമായിട്ട് ഇന്ന് കേരളത്തിൽ എൻ്റെ ഒരു മലയാളികളുടെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ മലയാളി ഇല്ലാത്ത ഒരു സ്ഥലം വേറെ എവിടെയുമില്ല. എല്ലാ സ്ഥലങ്ങളിലും മലയാളി. പക്ഷേ ആ സ്ഥലങ്ങളിലൊക്കെ സഹനശക്തിയോടുകൂടി എല്ലാം ത്യജിച്ചുകൊണ്ട് ജീവൻ പോലും അപകടത്തിലാവുമെന്ന് തോന്നുമ്പോഴും, എല്ലാ നിമിഷവും ജീവൻ അപകടത്തിലാവുമെന്ന് തോന്നുമ്പോഴും എൻ്റെ ജീവിതം ഒന്നുമല്ലാത്ത ഒരു തലത്തിൽ ഇത്രയും സുഖസുന്ദരമായിട്ടും സന്തോഷകരമായിട്ടും വസ്ത്രമുണ്ട്, ധരിക്കാൻ സാധിക്കുന്നില്ല, വെള്ളമുണ്ട്, കുടിക്കാനോ സാധിക്കുന്നില്ല, ഭക്ഷണമുണ്ട്, വിശപ്പടക്കാനും മറ്റുള്ള സന്ദർഭം കഴിയുന്നില്ല എന്ന അവസ്ഥയിൽ എത്ര പേർ ജീവിക്കും? അവിടെയാണ് പോയിൻ്റ്. എല്ലാവരും പറയും നമുക്കൊക്കെ സഹനശക്തിയുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ത്യജിച്ചുകൊണ്ട് എത്ര പേര് നിൽക്കും? അവിടെയാണ് അതേറ്റവും വലിയ പ്രാധാന്യമാണ്. അവിടെ നിൽക്കുന്നത് അവിടെ ഒരു സോൾജേഴ്സ് മാത്രമേ നിൽക്കൂ. ആ സോൾജേഴ്സിനെയാണ് ഇത്രയും വലിയൊരു കമാൻഡോ ഫോഴ്സിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രെയിൻ ചെയ്തിട്ടെടുക്കുന്നത്. കാരണം വെള്ളം കുടിക്കാൻ തരും, 1 ലിറ്റർ വെള്ളം ഒരു ദിവസം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് എല്ലാ തരത്തിലുള്ള ഹറാസ്മെൻറ്റുകളും നമ്മുടെ ഏതൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനുള്ള ഒരു കപ്പാബിലിറ്റി നമ്മളിൽ ഇടയിലേക്ക്
ഈ ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ എന്താണെന്നും ഞാൻ ചെയ്യേണ്ട കർത്തവ്യം എന്താണെന്നും എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്നും ഏതൊരു അവസ്ഥയിലും വെറും വെള്ളം കുടിച്ച് മാത്രം ജീവിച്ചാലും പ്രശ്നമില്ല, ഭക്ഷണമില്ലാതെയും ജീവിക്കാൻ പറ്റുന്നു, ഭക്ഷണം ഉണ്ടെങ്കിൽ തന്നെ അതിൽ ലിമിറ്റായിട്ട് ഒരു നേരം മാത്രം കഴിക്കാൻ പറ്റുന്നു. എല്ലാ ജീവിത ശൈലിയെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഏതൊരു പ്രതിസന്ധിയെയും 72 മണിക്കൂറല്ല, ഒരു 5-6 ദിവസം വേണ്ടെങ്കിലും എല്ലാം ത്യജിച്ചുകൊണ്ട് ഭക്ഷണം പോലുമില്ലാതെ ത്യാഗം സഹിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ പഠിപ്പിക്കുന്ന ഒരു ഫോഴ്സാണ് കമാൻഡോ ഫോഴ്സ്. അപ്പോൾ അത് പഠിക്കുക എന്നത് ഒരു ത്രില്ലാണത്. അത് എല്ലാവരും അങ്ങനെ പഠിച്ചുകൊണ്ട് എല്ലാവരും ആവണമെന്നില്ല. പക്ഷെ അത് പഠിച്ച് അത് പ്രാബല്യത്തിലാക്കുക, അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് നമ്മളൊരു കർത്തവ്യത്തിൽ ഏറ്റെടുക്കുമ്പോൾ അത് ചെയ്യുക എന്നത് നമ്മളെല്ലാ കമാൻഡോസും നിറവേറ്റുന്നുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ സൈനികരും ഇന്ന് കണ്ണൂരിൽ നിന്ന്, ഞാനിപ്പോൾ കണ്ണൂർക്കാരനാണ്, കണ്ണൂരിൽ നിന്ന് എത്രയോ സൈനികരുണ്ട്. കണ്ണൂരിൽ നിന്ന് ഈ സിയാച്ചിൻ ഗ്ലേസറിൽ -40 മുതൽ -60 ഡിഗ്രി സെൽഷ്യസാണ്. കണ്ണൂരിൽ നിന്ന് പോയ കണ്ണൂർക്കാരോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് നിന്ന് ഏതെങ്കിലും സൈനികൻ സിയാച്ചിൻ ഗ്ലേസിൽ നിന്ന് ഓടി വന്നിട്ടെന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പറഞ്ഞു അവരവിടെ യുദ്ധം തുടങ്ങിയപ്പോൾ ഇന്ന സൈനികൻ ഓടി വന്നു, ഭയന്നിട്ട് ഓടി വന്നു. എല്ലാവരും തോന്നുന്നുണ്ട് ഡ്യൂട്ടി. അവർക്കറിയാം ഏതൊരു കാലാവസ്ഥ. നമുക്ക് തണുപ്പ് കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ എ സിയിൽ ഇട്ട് കഴിഞ്ഞാലും ഒരു 17 താഴെ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ, അതും പ്ലസ് ടെമ്പറേച്ചറിൽ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? നമ്മൾക്ക് വീട്ടിൽ തണുപ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജാണ് കാണുന്നത്. വീട്ടിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ -40 -5 മുതൽ -10 ഡിഗ്രി സെൽഷ്യസാണ്. അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് ആർക്കും നിൽക്കാൻ പറ്റില്ല. എന്ത് വീരവാദം പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്രയും ടെമ്പറേച്ചറിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർ നിൽക്കുന്നത്, ജീവിക്കുന്നത്, അത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അവർ. അതും നേരെ രാജസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമൽ ടെമ്പറേച്ചർ നമ്മളിപ്പോൾ 38 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഉഷ്ണത്തോടുകൂടി നമ്മൾ അത്യുഷ്ണം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു 40 എല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? അവിടെയാണ് -50 -52 ഡിഗ്രി സെൽഷ്യസിൽ, പ്ലസ് ഡിഗ്രി സെൽഷ്യസ് മൈനസ് പോസിറ്റീവാണ് അവിടെ. ആ പോസിറ്റീവ് ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുന്നത്. അത് ഒരേ മലയാളിയാണ് -50 നിൽക്കുന്നത്, അത് പോസിറ്റീവ് +50 നിൽക്കുന്നത്. അപ്പോൾ അവിടെ ആ ചേഞ്ചിനെസ് നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതിയുമായിട്ട് ഇഴകിച്ചേരുന്നു, ഏതൊരു കാലാവസ്ഥയിലും ഏതൊരു സിറ്റുവേഷനിലും അഭിമുഖീകരിക്കാൻ പഠിക്കുന്നു. രാജ്യത്തിന് ജീവൻ കൊടുത്താലും ഈ രാജ്യത്തെ സംരക്ഷിക്കും എന്ന് പഠിക്കുന്നു. എല്ലാ കാര്യങ്ങളും പഠിക്കുന്നു. അവിടെയാണ് യഥാർത്ഥമായിട്ടൊരു സോൾജറിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാകും. നമ്മളിന്ന് എല്ലാവരും മനസ്സിലാക്കാതെ പോകുന്നതും എല്ലാവരും മനസ്സിലാക്കേണ്ടതും ഒരു സോൾജർ എന്നാൽ എന്താണ് എന്ന കാര്യം മനസ്സിലാക്കണം. അത് നമ്മളെല്ലാം ത്യജിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെയാണ് ഒരു കമാൻഡോ എന്ന രീതിയിൽ, ഒരു കമാൻഡോ വർക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന രീതിയിൽ നമ്മൾ പ്രയത്നിക്കുന്നു. പ്രയത്നിക്കുമ്പോൾ ഒരു കമാൻഡോ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ എനിക്ക് തോന്നി ഈ കമാൻഡോ ഫോഴ്സിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്, നാളെ എനിക്കെന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ടാണ് ഇത്രയും സഹനശക്തിയോടുകൂടി കമാൻഡോ ട്രെയിനിങ് ചെയ്തു. NSG എന്ന് പറയുന്ന നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ഇന്ത്യയുടെ പരമപ്രധാനമായിട്ടുള്ള ഒരു ബ്ലാക്ക് ഹെറ്റ്സ് കമാൻഡോസിൽ, അതും 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ഒരു കമാൻഡോ ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഒരാളെ ഒരു ജമ്പ് ചെയ്തിട്ട് ഇങ്ങനെ 10 പ്രാവശ്യം ജമ്പ് ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവരും ജമ്പ് ചെയ്യും. പക്ഷേ അവിടെയാണ് വ്യത്യസ്തമായിട്ട് രാവിലെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു മനുഷ്യ സാഹചര്യത്തിൽ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്, നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് ഒരു 10-11 മണിയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉറക്കം വരും അല്ലേ? അത് ഒരു ദിവസം ഞങ്ങൾ പിടിച്ചു വെക്കും, രണ്ടാമത്തെ ദിവസം പിടിച്ചു നിൽക്കും, ചിലപ്പോൾ മൂന്നാം ദിവസം ആകുമ്പോൾ നമുക്ക് നോർമൽ. അത് നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ച ശീലമാണ് 10 മണിയാകുമ്പോഴേക്ക് ഉറങ്ങുക എന്നുള്ള ശീലങ്ങൾ. അത് സ്വാഭാവികമായിട്ടും ആ ഉറക്കങ്ങളും അതിലുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാവും. പക്ഷേ രാവിലെ പകൽ എന്താണെന്നും പകലിനെ രാവായിട്ട് കാണാനും നമ്മളെ പഠിപ്പിച്ചു. അതാണ് ആ ഒരു ട്രെയിനിങ്ങാണ്. പകലിൽ എന്താണോ ചെയ്യുന്നത് അതൊക്കെ രാത്രികാലങ്ങളിൽ ചെയ്യുക, രാത്രികാലങ്ങളിൽ ചെയ്യുന്നതൊക്കെ പകൽ ചെയ്യുക. അപ്പോൾ ഉറക്കമില്ലാത്ത യാത്രകൾ റൊട്ടേണായിട്ട് ഏതൊരു കാലാവസ്ഥയിലും ഏതൊരു പ്രതിസന്ധിയിലും എങ്ങനെ
വന്നു കഴിഞ്ഞാൽ ആക്ഷൻ ആയാലും അതിനെ തരണം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ ചില സമയത്ത് ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ക്ലാസ് താഴെ വീണിട്ട് ഉറങ്ങാൻ സമയമില്ല. അത് ചിലപ്പോൾ ഉറങ്ങാൻ വിടില്ല. ഒരു 3-4 ദിവസം ഉറങ്ങാനേ വിടില്ല. കണ്ടിന്യൂസ് പരേഡാണ്. അപ്പോൾ ഉറങ്ങാൻ വിടാതെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് നമ്മൾ എവിടെയാണോ റെസ്റ്റ് എടുക്കേണ്ടത് ആ സമയത്ത് ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക, അത്രമാത്രം. അപ്പോൾ എല്ലാവിധ ട്രെയിനിങ്ങും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഇന്ന ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റും, ഒന്നുമില്ല. അത് ചളിയായാലും ആ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഒരു ദിവസം നിൽക്കണ്ട, 2 ദിവസം നിൽക്കണ്ടെങ്കിൽ അത് നമ്മൾ ആ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ട്രെയിനിങ് പരമായിട്ട് നമ്മളൊന്നും ചിന്തിക്കാത്ത സ്ഥലങ്ങളിൽ, അതൊരു വിസർജ്യം ഉണ്ടാകുന്ന സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഒരു കിച്ചഡ് ചളിയായിട്ടിരിക്കാം, ചിലപ്പോൾ നമുക്ക് അറപ്പ് തോന്നുന്ന ചില സ്ഥലങ്ങളുണ്ടാവാം. ആ സ്ഥലങ്ങളിലൊക്കെ ഡിപ്ലോയ്മെൻ്റ് ആയിട്ട് നമ്മൾ ആ സ്ഥലത്താണ് നമ്മളൊരു ഓപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അതേപോലത്തെ സ്ഥലത്താണ് ഇപ്പോൾ ടെററിസം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാപ്തരാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നൂണ് ഇറങ്ങിയിട്ട് അവിടെ പോകാൻ നമ്മൾ പഠിപ്പിക്കുന്നു, ട്രെയിനിങ് പഠിപ്പിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ അത് ലൈവായിട്ട് അത് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പ്രാപ്തരാണ്. അപ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും ഏതൊരു സിറ്റുവേഷനും പ്രതികരിക്കും. പിന്നെ ഭക്ഷണം എന്നത് ഏത് ഭക്ഷണമായാലും കഴിക്കണം. ചിലപ്പം ഭക്ഷണമില്ലാതെ നിൽക്കണം, ചിലപ്പോൾ ഇന്ന ഭക്ഷണം എന്നില്ല. ചില സ്ഥലത്ത് പോയ ഇപ്പോൾ ചെരനെ തിന്ന് നാട്ടിൽ പോയാൽ നടുക്കഷ്ണം തിന്നൊരു പാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കഴിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനിങ്, ഏതൊരു ട്രെയിനിങ്ങും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ അവസ്ഥയിലൊക്കെ നമ്മൾ തരണം ചെയ്യാൻ വേണ്ടി വരും എന്നുള്ള അവസ്ഥയിലുണ്ട്. ആ അവസ്ഥയിലൊക്കെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ചില സന്ദർഭത്തിൽ എൻ്റെ ഭാര്യ എന്നോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് കണ്ടാലും അറപ്പില്ല, ഒരു ബ്ലഡ് കണ്ടാൽ അറപ്പില്ല, വെറുതെ നമുക്ക് അറക്കുന്ന സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്, എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല, എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പഠിച്ച് ഞാൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുമോ, അല്ലേ? ഇപ്പോൾ എന്നോട് ഒരു സ്പോർക്ക് നമ്മൾ വലിയ VIP ഹോട്ടലിൽ പോയിട്ട് എന്നെ ഫോർക്കും സ്പൂണും കഴിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ അതെന്നെ ഫോഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്. ഫോർക്കും സ്പൂണും ടൈയും നല്ല ലെവൽ എങ്ങനെയാണ് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ പോയാൽ എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം കഴിക്കുന്നത് അതെന്നെ പഠിപ്പിച്ചു. അതല്ലാതെ ഒരു ശ്മശാനത്ത് പോയിട്ട് ഇരുന്നു കൊണ്ട് ഒരു കുഴി കുത്തിയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അതും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനതും ചെയ്യും. അതല്ലാതെ കൈ കഴുകാണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് അതും ഞാനതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സിറ്റുവേഷനും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയും ജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അങ്ങനെ ആദ്യം നമ്മൾ ജീവിതം പഠിക്കേണ്ടത്, പിന്നെയാണ് വെപ്പൺ ഹാൻഡ്ലിങ്. നമ്മൾ ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നമ്മൾ പ്രാപ്തരാണെങ്കിൽ മാത്രമേ നമുക്ക് വെപ്പൺ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് ഒരു വെപ്പൺ പിടിച്ചുകൊണ്ട് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ഫയർ ചെയ്യുന്നു, അവരെ മുന്നിൽ നമുക്ക് പോകാൻ പറ്റില്ല, നമ്മൾ ഫെയിലിയർ അവിടെ. അപ്പോൾ അതിനെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഏതൊരു സിറ്റുവേഷനിലും അഭിമുഖീകരിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നു എന്ന ഒരു സത്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും നമ്മുടെ ഇന്ന് ലോകത്തിലെ നെറുകയിൽ എനിക്ക് പറയാൻ പറ്റും, ഒരു അഭിമാനമായിട്ട് ഒരു കമാൻഡോ എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും. മറ്റുള്ള എല്ലാവരും പറയും ഇന്ന കമാൻഡോ ആണെന്നെങ്കിൽ മറ്റുള്ള കമാൻഡോസ് ചിലപ്പോൾ നമ്മളിൽ നിന്ന് 1-2 കമാൻഡോസ് മറ്റുള്ള രാജ്യങ്ങളിലെ കമാൻഡോസ് ചിലപ്പോൾ മുൻപന്തി ഉണ്ട് എന്ന് നമ്മുടെ സാങ്കല്പികമായിട്ട് നമ്മൾ പറയുമെങ്കിലും അവർ ചിലപ്പോൾ അവരുടെ ടെക്നോളജി പവർ കൊണ്ടായിരിക്കാം. പക്ഷേ മെൻ്റൽ ഫിസിക്കൽ പവറിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിന് അഭിമാനമായിട്ട് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തുള്ള കമാൻഡോസിനെ വെല്ലാൻ ഇന്ന് ലോകത്തൊരു രാജ്യവും ഉണ്ടായിട്ടുമില്ല, ഇനി അങ്ങനെ ഉണ്ടാവുകയും ചെയ്യില്ല. അങ്ങനെയുള്ള ട്രെയിനിങ്ങാണ് നമ്മളെ കമാൻഡോസിനുള്ളത്. അത്രമാത്രം ശക്തിയോട് പ്രവർത്തിക്കാനാണ് പഠിപ്പിക്കുക. ആ സത്യം ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യം നല്ല സേഫ് സോണിൽ നിൽക്കുന്നതും എല്ലാ ഓപ്പറേഷനും നമുക്ക് സക്സസ് ആക്കാൻ കഴിയും.